പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു വിഷയമാണ്. നമ്മുടെ സ്കൂൾ ബസ്സുകൾ 2025 ജനുവരി മുതൽ ഒരു കണക്കെടുത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് എല്ലാ മാസവും സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ണൂരിലും കൊല്ലം ജില്ലയിലും ഒക്കെ ആയിട്ട് അഞ്ചൽ എന്നീ പ്രദേശങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ ഈ സ്കൂൾ ബസ് അപകടത്തിൽ മരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂൾ ബസ് അപകടത്തിൽ മരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അപകടത്തിൽ മരിക്കുന്നത് തന്നെ വലിയ ദുഃഖകരമാണ്. കുഞ്ഞുങ്ങൾക്ക് ആപത്തില്ലാതെ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിൽ വലിയൊരു അപകടമായി കാണുന്നത് സ്കൂൾ ബസ്സുകളാണ്. 2025 ജനുവരി മുതൽ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ മാസവും സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നു. വലിയൊരു ഭാഗ്യം കൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ ആ മരണത്തിൽ നിന്ന് മറ്റ് രക്ഷപ്പെടുന്നു. എങ്കിൽ പോലും മരണങ്ങൾ സംഭവിക്കുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിലൂടെ എല്ലാ വാഹനങ്ങളിലും എല്ലാ ബസ്സുകളിലും 8 സീറ്റിന് മുകളിലുള്ള എല്ലാ വണ്ടികളിലും ക്യാമറ വയ്ക്കേണ്ടതാണ് എന്ന നിർദ്ദേശം വരുന്നത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ വയ്ക്കാൻ ഏർപ്പാട് ചെയ്യും. അത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്ന ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറത്തു വന്നിട്ട് ഇതുവരെയും ഭൂരിപക്ഷം വരുന്ന സ്കൂൾ ബസ്സുകളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല. പ്രൈവറ്റ് ബസ്സിൽ വെക്കുന്നത് 5 ക്യാമറയാണെങ്കിൽ ഇതിൽ 4 ക്യാമറയോ 3 ക്യാമറയോ വെച്ചാൽ മതി. കാരണം കുഞ്ഞുങ്ങൾ കയറുന്ന പടി, പുറവശം, മുൻവശം ഇങ്ങനെ കാണത്തക്ക രീതിയിൽ എന്തൊരു അപകടം സംഭവിച്ചാൽ അത് എന്തുകൊണ്ടെന്ന് പോലും കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. ആരുടെ കുറ്റമാണ്, പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കുറ്റമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണം. അപകടമില്ലാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണെന്ന് ഉദ്യോഗസ്ഥർക്ക്, പോലീസിനും, മോട്ടോർ വാഹന വകുപ്പിനും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കത് എൻ്റെ ഒരു സുതാര്യത വേണം. എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത്, അങ്ങനെ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സ്കൂൾ ബസ്സുകൾ ക്യാമറ വയ്ക്കണമെന്ന് നിർബന്ധം വന്നു. ഉത്തരവ് വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റുകളുടെ ആവശ്യപ്രകാരം സർക്കാർ അതിനൊരു അവധി കൊടുത്തു. ആ അവധിയുടെ കാലഘട്ടവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്യാമറ വയ്ക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഞാൻ എല്ലായിടത്തും പറയുകയാണ്. എല്ലാ രക്ഷിതാക്കളും, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞ രക്ഷിതാക്കളും മറ്റ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൂടിയാണ്. എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ ഏർപ്പെടുത്തിയേ പറ്റുള്ളൂ. അടിയന്തരമായി ഇനി മുതൽ പരിശോധനയാണ്.